എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ ഫെബ്രുവരി 7-ാം തീയതി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെ പെൻഷൻകാരും അതുപോലെ തന്നെ റേഷൻ വാങ്ങുന്നവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർധനവ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് നാളെ നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കും. ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് 900 രൂപ വർദ്ധിപ്പിച്ച് 5 വർഷം കൊണ്ട് 2500 ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഒരു പെൻഷൻ വർധനവ് പോലും ഉണ്ടായിട്ടില്ല. അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ്, സമ്പൂർണ്ണ ബജറ്റാണ് നാളെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പെൻഷൻ വർധനവ് നാളെ പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പള വർധന കമ്മീഷൻ, വയനാട് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കൽ, ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കിഫ്ബി വഴി നിർമ്മിച്ചിട്ടുള്ള റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ നാളെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. നാളെ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പ്രമുഖ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത് 100 മുതൽ 200 രൂപ വരെ ക്ഷേമ പെൻഷൻ വർധനവും ഉണ്ടാകും എന്ന് തന്നെയാണ്, ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. പെൻഷൻ വർദ്ധിപ്പിച്ചാൽ മാത്രം പോരാ, കുടിശ്ശികയില്ലാതെ കൊടുക്കൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും പെൻഷൻ വർധന ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് നാളെ മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 27 രൂപ നിരക്കിൽ 1 കിലോ പഞ്ചസാരയും ലഭിക്കും. മുമ്പ് പഞ്ചസാര നിർത്തലാക്കിയതായിരുന്നു, ഇപ്പോൾ വീണ്ടും അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. റേഷൻ കടയിൽ ആ സാധനം എത്തിയാൽ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് പഞ്ചസാര വാങ്ങാം. നേരത്തെ 21 രൂപക്കായിരുന്നു പഞ്ചസാര ലഭിച്ചിരുന്നത്, അത് 27 രൂപയാക്കിയിട്ടുണ്ട്. 6 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പഞ്ചസാര 27 രൂപ നിരക്കിൽ ഓരോ കിലോ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കട വഴി വീണ്ടും വിതരണം ചെയ്യുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. പിങ്ക് റേഷൻ കാർഡിന് ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും. മൊത്തം ലഭിക്കുന്ന ഗോതമ്പ് 3 കിലോ ഗോതമ്പ് കുറച്ച് പകരം 3 പാക്കറ്റ് ആട്ട നൽകുന്നതാണ്. 50 രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക. നീല റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും 2 കിലോ അരി 4 രൂപ നിരക്കിലും അതുപോലെ തന്നെ സ്പെഷ്യൽ അരി 3 കിലോ അരി 10 രൂപ 90 നിരക്കിലും ലഭിക്കും. 6 കിലോ അരി വെള്ള റേഷൻ കാർഡിനുണ്ട് 10 രൂപ 90 നിരക്കിൽ. 2 കിലോ അരി ബ്രൗൺ റേഷൻ കാർഡിനുമുണ്ട്. ഇതാണ് ഈ ഒരു മാസത്തിലുള്ള റേഷൻ വിഹിതങ്ങൾ. ഇനി റേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രഖ്യാപനം നാളെ ബജറ്റിൽ ഉണ്ടാകുമോ എന്നും നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. കൂടുതൽ കടകൾ റേഷൻ കെ സ്റ്റോറുകൾ ആക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ഉണ്ടായേക്കാം. 2500 റേഷൻ കടകൾ കെ സ്റ്റോർ ആക്കുക, ഈ മാർച്ചിന് മുമ്പ് കെ സ്റ്റോർ ആക്കും എന്ന് ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ദൂരെ.